വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റീയൂസബിൾ ബട്ടൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ ലോഗിൻ ആകാം, രജിസ്റ്റർ ആകാം, എന്തെങ്കിലും ഫോം സബ്മിറ്റ് ആകാം. അങ്ങനെ ബട്ടൺസ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും ബട്ടൺ പുതിയത് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാതെ സിംഗിൾ ടൈം ഒരു ബട്ടൺ നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് എങ്ങനെ റീകോൾ ചെയ്യാം മൾട്ടിപ്പിൾ പേജസിൽ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റീയൂസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 1, 2, 3 പേജസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പേജസിൽ എന്താണ് നമ്മൾ ഒരു ബട്ടണാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ ബട്ടണിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ പേജിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ബട്ട് ഒരു ബട്ടൺ സെയിം ആയിരിക്കും, ഒരു പ്രാവശ്യം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് പേജ് 1 സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചൈൽഡായിട്ട് ഒരു എലവേറ്റഡ് ബട്ടൺ ആഡ് ചെയ്യാം. ഓക്കെ, എലവേറ്റഡ് ബട്ടണിൻ്റെ ചൈൽഡ് ടെക്സ്റ്റ് എന്ത് കൊടുക്കാം? ജസ്റ്റ് രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടൺ റൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതാ ഇവിടെ ജസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു എലവേറ്റഡ് ബട്ടൺ വന്നിട്ടുണ്ട്. നമുക്ക് എലവേറ്റഡ് ബട്ടൺ അല്ലാതെ തന്നെ നമുക്കൊരു കണ്ടെയ്നറിനെ നമുക്ക് എന്താണ് ജസ്റ്റർ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഇൻക്വെല് കൊണ്ട് റാപ്പ് ചെയ്ത് നമുക്ക് ബട്ടൺ ആക്കി മാറ്റാം. അതുപോലെ ടെക്സ്റ്റ് ബട്ടൺ, അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്സ് ബട്ടൺസ് നമുക്ക് ഫ്ലട്ടറിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടണിന് കുറച്ച് സ്റ്റൈലും കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബട്ടണിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എലവേറ്റഡ് ബട്ടണിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ എന്ന് കൊടുക്കുക. ഇവിടെ എലവേറ്റഡ് ബട്ടൺ ഡോട്ട് സ്റ്റൈൽ ഫ്രം എലവേറ്റഡ് ബട്ടൺ ഡോട്ട് സ്റ്റൈൽ ഫ്രം എന്ന് വിളിക്കാം. ബട്ടണിൻ്റെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗ്രൗണ്ട് കളർ കൊടുക്കാം. ഫോർഗ്രൗണ്ട് കളേഴ്സ് ഡോട്ട് വൈറ്റ് എന്ന് കൊടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് കൊടുക്കാം. ഇനി ബട്ടണിന് ചെറിയൊരു ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്യാം. ഇതാ ഇപ്പം നമുക്ക് റെഡും വൈറ്റിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടണിന് ചെറിയൊരു എലവേഷൻ കൊടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു എലവേഷൻ 5 കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇതാ ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടായില്ലേ, ഒരു ഷാഡോ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടണിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്കെ, സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. മിനിമം സൈസ്, ഫിക്സഡ് സൈസ്, മാക്സിമം സൈസ് എന്നുള്ള രീതിയിൽ നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മിനിമം സൈസ് കൊടുക്കുവാണ്. ഇവിടെ മിനിമം സൈസിൽ സൈസ് വിഡ്ത്തും ഹൈറ്റും ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബട്ടണിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 300 കൊടുത്തു. ഹൈറ്റ് ഒരു 60 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഈ ബട്ടൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇത്രയും റേഡിയസ് വേണ്ട എങ്കിൽ ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷേപ്പിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡർ എന്നുണ്ടാവും. അതിൽ ബോർഡർ റേഡിയസ് എന്ന് കൊടുക്കുക. ശേഷം ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ. ഓക്കെ, ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് കൊടുക്കാം. ഇവിടെ ഒരു 15 കൊടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഷേപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസും കൂടെ ചെറുതായിട്ടൊന്ന് കൂട്ടാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലിൽ ടെക്സ്റ്റ് സ്റ്റൈല് കോൾ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണ്ട് സൈസ് എന്നുള്ളത് ഒരു 20 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ
പേജ് 2-ലും 3-ലും എനിക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ഒരു എലവേറ്റഡ് ബട്ടൺ ആണ്. പിന്നെ ബട്ടണിന്റെ വിട്ടും ഹെയ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഓരോ പേജിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. വീണ്ടും ഓരോ പേജിലും ഈ എലവേറ്റഡ് ബട്ടൺ എന്നും ഇത്രയും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് കോൾ ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ മാത്രം എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ എലവേറ്റഡ് ബട്ടണിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ റീഫാക്ടറിനകത്ത് എക്സ്ട്രാക്ട് ഫ്ലട്ടർ വിഡ്ജറ്റ് എന്ന് കാണുന്നുണ്ടല്ലേ. സോ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പേര് കൊടുക്കാം, ആപ്പ് ബട്ടൺ എന്ന് കൊടുക്കാം. റീഫാക്ടർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ചൈൽഡ് എന്താണ് ആപ്പ് ബട്ടൺ എന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബട്ടൺ ആണ്. നമ്മുടെ ബട്ടൺ നേരെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിട്ട് മാറി എലവേറ്റഡ് ബട്ടണിനെ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു കോഡിലേക്ക് മാറി വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു കോഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പോണൻസിൽ എന്ത് കൊടുക്കാം, ഒരു ന്യൂ ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ബട്ടൺ എന്നുള്ള പേജിൽ എന്ത് ആ ഒരു ബട്ടണിൻ്റെ കോഡ് സെപ്പറേറ്റ് ചെയ്ത് വന്നതിനെ കൊണ്ടിടാം. അതായത് ഈ ഒരു ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബട്ടണിൻ്റെ കോഡ് കോപ്പി ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ലൈൻസ് ഓഫ് കോഡൊക്കെ കോപ്പി ചെയ്യാനുണ്ട് എങ്കിൽ നോർമലി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കോപ്പി ചെയ്യാതെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിന് നേരെയുള്ള ഒരു ആരോ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് അപ്പം നമുക്ക് ആ ഒരു പോർഷൻ കോഡ് കംപ്ലീറ്റ് കിട്ടും. അത് എന്താണ് കോപ്പി ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്യുകയാണ്. Ctrl+X കൊടുത്ത് കട്ട് ചെയ്തിട്ട് ഈ ആ ബട്ടണിനുള്ള പേജിലേക്ക് കൊണ്ടിടുവാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാക്കേജസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേജ് 1-ൽ എന്താണ് ഇപ്പം നമ്മുടെ ബട്ടൺ വേറൊരു പേജിലാണ്. സോ നമുക്ക് നമ്മുടെ ബട്ടണെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഈ ഒരു ആപ്പ് ബട്ടൺ ഇനിയിപ്പോൾ പേജ് 2-ൽ നമുക്ക് ഈ ബട്ടൺ വേണമെങ്കിൽ എന്താണ് ഇവിടെ സെൻറ്ററിൻ്റെ ചൈൽഡായിട്ട് ആപ്പ് ബട്ടൺ എന്നല്ലേ നമ്മുടെ ക്ലാസ് നെയിം. സോ ആപ്പ് ബട്ടൺ എന്നുള്ള അത് കോൾ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ പേജ് 3-ലും എന്താണ് ചൈൽഡ് നമ്മുടെ എലവേറ്റഡ് ബട്ടൺ കൊണ്ടുവരാനായിട്ട് ഓക്കെ ആപ്പ് ബട്ടൺ എന്ന് കൊടുത്തിട്ട് ഓക്കെ ഇപ്പം 3 പേജിലും എന്താണ് നമുക്ക് നമ്മുടെ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യമാണ് നമ്മൾ എലവേറ്റഡ് ബട്ടൻ്റെ കോഡ് എഴുതി കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് അതിനെ ഒരു കസ്റ്റം വിഡ്ജറ്റ് ആക്കി നമ്മളത് ക്രിയേറ്റ് ചെയ്തു, ആ പേര് വിളിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 3 പേജ് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ആപ്പ് ബട്ടൺ എന്നുള്ള കോഡ് നമ്മുടെ ഈ ബട്ടൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ 3 പേജിലും എന്താണ് സെയിം ബട്ടൺ ആയിരിക്കും അല്ലെ. റൺ ചെയ്യുമ്പോൾ 1ഉം 2ഉം 3ഉം ഈ സെയിം ബട്ടൺ തന്നെയായിരിക്കും കാണാൻ പറ്റുക. ഇനിയിപ്പോൾ ഏതെങ്കിലും പേജിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം, ഹൈറ്റ് കുറയ്ക്കണം, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണം, ടെക്സ്റ്റിൻ്റെ ഈ ഒരു സൈസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സും കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫൈനൽ നമുക്ക് എന്താണ് ഓക്കെ ഈ കളർ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും നമുക്ക് 3 പേജിലും സെപ്പറേറ്റ് കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കളറിൻ്റെ ഡാറ്റ ടൈപ്പ് കളർ, ഫോർഗ്രൗണ്ട് കളറിനെ നമുക്ക് കളർ 2 കളർ വേണ്ടേ. സോ നമുക്ക് കളർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ Ctrl+D ക്ലിക്ക് ചെയ്ത് താഴെ വരും. ഫൈനൽ കളർ ബാക്ക്ഗ്രൗണ്ട് കളറിന് നമുക്ക് കളർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, സൈസ് ഓക്കെ വിഡ്ത്തും ഹൈറ്റും കാണണം. ഈ 3 ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട്
ഫൈനൽ ഡബിൾ എന്ത് കൊടുക്കാം, വിഡ്ത്ത് എന്ന് തന്നെ കൊടുക്കാം. അതുപോലെ ഫൈനൽ ഡബിൾ ഹൈറ്റ് എന്നും കൊടുക്കാം. ഇനി നമുക്ക് ചേഞ്ച് വേണ്ടത് ഓക്കെ ടെക്സ്റ്റ് നമുക്ക് മാറണം അല്ലേ. അപ്പൊ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ സ്ട്രിങ് ഓക്കെ ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനൽ സ്ട്രിങ് ടെക്സ്റ്റ് എന്ന് തന്നെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, എലവേർട്ടഡ് ബട്ടൺ. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓൺ പ്രസ്ഡ് അത് ഏത് പേജിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺ പ്രസ്ഡിന് പറയാം വോയിഡ് കോൾ ബാക്ക് എന്നാണ്. ഓക്കെ, വോയിഡ് കോൾ ബാക്ക് എന്ന് കൊടുക്കാം. വോയിഡ് കോൾ ബാക്ക് ഓൺ പ്രസ്ഡ് എന്ന് തന്നെ കൊടുക്കാം. ഓൺ പ്രസ്ഡ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൺസ്ട്രക്ടർ പാരാമീറ്റേഴ്സ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എറേഴ്സ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആഡ് ഫൈനൽ ഇനീഷ്യലൈസിങ് ഫോർമൽ റിക്വയർഡ് പാരാമീറ്റേഴ്സ് നെയ്മഡ് പാരാമീറ്റേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ എറർ അവിടെ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതെല്ലാം എന്താണ്, റിക്വയർഡ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഫങ്ഷനാണ് എന്ത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ എല്ലാം ഇതിൽ റിക്വയർഡ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ കളറിന് ഈ കളർ വേണോ എന്ന് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ റിക്വയർഡ് എന്നൊരു ഓക്കെ കളർ 2-നാണ് അല്ലേ. ഈ റിക്വയർഡ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പൊ റിക്വയർഡ് അല്ലാത്തതിനെല്ലാം എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നിലേക്കും ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഫോർഗ്രൗണ്ട് കളർ എന്നുള്ളത് കളേഴ്സ് ഡോട്ട് വൈറ്റ് അല്ല, അവിടെ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, കളർ 1 2 ഇനി ഇവിടെ എന്താണ്, കളർ 2 എന്ന പാരാമീറ്റർ കോൾ ചെയ്യാം. ഇനി വിത്തിന് നമ്മൾ എന്താണ്, വിത്ത് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റിന് അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് ഹൈറ്റ് എന്നാണ്. ഇനി ടെക്സ്റ്റിന് നമ്മൾ എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ടെക്സ്റ്റ് എന്ന് തന്നെയാണ് ടെക്സ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ എന്താണ് എല്ലാത്തിലേക്കും പാരാമീറ്റേഴ്സ് വിളിച്ചു. ഇനി നമ്മുടെ ഓൺ പ്രസ്ഡിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഓൺ പ്രസ് എന്നാണല്ലേ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സും ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള കേളി ബ്രാക്കറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിവിടെ എന്താണ് കൊടുത്തിരിക്കുന്ന ഓൺ പ്രസ് എന്ന് എഴുതി കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പേജിൽ നമ്മൾ എന്താണ് എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ വാല്യൂസും കൊടുത്തു. പാരാമീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മുടെ പേജ് 1ലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു 3 പേജും എറർ ആയിട്ടാണ് കിടക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, നമ്മൾ റിക്വയർഡ് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ഈ ആപ്പ് ബട്ടണിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ എറർ വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ബട്ടൺ എന്നുള്ളതിൽ ജസ്റ്റ് മൗസ് പോയിന്റർ വെക്കുമ്പോൾ കാണാം ആഡ് 5 റിക്വയർഡ് ആർഗ്യുമെന്റ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ കളർ 2 വിഡ്ത്ത് ഹൈറ്റ് ടെക്സ്റ്റ് ഇവിടെ എന്താണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കളർ 1 വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്, അത് നമുക്ക് റിക്വയർഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് വരാത്തത്. ഓക്കെ, അപ്പോൾ കളർ 2-ൽ നമുക്ക് എന്ത് കൊടുക്കാം, കളേഴ്സ് ഡോട്ട് റെഡ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 300. ഓക്കെ, നമുക്ക് 300 കൊടുക്കാം. ഹൈറ്റ് അതുപോലെ 60 കൊടുക്കാം. ഇനി നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ
രജിസ്റ്റർ എന്നായിരുന്നു അല്ലേ? ഓക്കെ, രജിസ്റ്റർ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം, വരുമോ? ഓക്കെ, അത് ആഡായി. ബട്ട് നമ്മുടെ കളർ, ടെക്സ്റ്റിന്റെ കളർ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എന്താണ്, കളർ 1 എന്നുള്ളത് നമുക്ക് എന്ത് കൊടുക്കാം, കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഒരു ആപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓൺ പ്രസ്സിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ എങ്ങനെയാണ് മറ്റൊരു പേജിലേക്ക് പോകുക, നാവിഗേറ്റർ ഡോട്ട് പുഷ് കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഈ പേജിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും നമുക്ക് എങ്ങോട്ട് പോകണം, മെറ്റീരിയൽ, പേജ് റൂട്ട്, ബിൽഡർ, നെക്സ്റ്റ് പേജിന്റെ എങ്ങോട്ട് പോകണം, കോണ്ടെക്സ്റ്റിലേക്ക് പോകണം അല്ലേ? കോണ്ടെക്സ്റ്റ്, ദെൻ നമ്മുടെ പേജ് എന്താണ്, നമുക്ക് പേജ് 2 പോകണം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മുടെ പേജ് 2 ഓക്കെ, നമുക്ക് നമ്മുടെ പേജ് 2 എന്താണ്, ഇപ്പോൾ എറർ ആണ് അല്ലേ? നമ്മുടെ പേജ് 2 ഇതുപോലെ തന്നെ എന്താണ്, റിക്വയർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കളർ 2, ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്യാം. കളേഴ്സ് ഡോട്ട് ഗ്രീൻ ആഡ് ചെയ്യാം. അതുപോലെ വിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ 300 ആണല്ലോ കൊടുത്തത്, നമുക്കിത് 200 ആക്കാം. ഹെയ്റ്റ് 50 ആക്കാം. ടെക്സ്റ്റ് ലോഗിൻ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കളർ 1 ആഡ് ചെയ്യാം. ഇനി കളർ 1 അല്ലേ ഉള്ളൂ. കളർ 1 ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്കിടെ ഈ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എങ്ങോട്ട് പോയി, ഇതാ നമ്മുടെ പേജ് 2 ഗ്രീൻ കളർ ബട്ടണിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, പേജ് 3 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വേണ്ട വാല്യൂസ് കൊടുക്കുക, ആഡ് ചെയ്യുക. സോ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ആ ബട്ടണിനെ മൾട്ടിപ്പിൾ പേജസിൽ നമ്മൾ റീയൂസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റീയൂസബിൾ ബട്ടൺ വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾസ് ബട്ടൺ ആകാം, അല്ലെങ്കിൽ ഒരു റിഫ്രഷ് ഇൻഡിക്കേറ്റർ നമുക്ക് എല്ലാ പേജിലും കോൾ ചെയ്യേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ കണ്ടെയ്നർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് എന്താണ്, ഒരു സിംഗിൾ വിഡ്ജറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് മറ്റു പേജിൽ കോൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ബട്ടൺ എന്ന് പറയുന്നത് ഈ എലവേറ്റഡ് ബട്ടൺ അല്ലാതെ നമുക്ക് നമ്മുടെ കണ്ടെയ്നറിൽ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ കണ്ടെയ്നറിൽ എന്താണ്, ജസ്റ്റർ ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ഇങ്ക് വെല്ലും കൊണ്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെയിം ബട്ടണിന്റെ ഫീച്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ, എന്താണ് റീയൂസബിൾ വിഡ്ജറ്റ്, അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു ട്യൂട്ടോറിയലുമായിട്ട് കാണാം. ഓക്കെ, ബൈ.